ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ ബിഷീസ് ലവ്. അപ്പോൾ ഞങ്ങളിവിടെ വൈകുന്നേരം മാവിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തോന്നുന്നു ഒരു ചായ ഉണ്ടാക്കിയാലോ? എന്നാ വാ, നമുക്കൊരു അടിപൊളി ചായ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് പാലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി ടീ തന്നെയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. കാരണം ഇതിലേക്ക് ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഒരു വീഡിയോസിൽ കണ്ടിട്ടില്ല ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ പാലിവിടെ തിളപ്പിക്കാൻ വെക്കുകയാണ്. പാല് തിളപ്പിക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഷുഗർ മാത്രം ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്തിട്ടാണ് എപ്പോഴും ചായ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചായ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരല്പം പിഞ്ചിലും താഴെ സോൾട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ടീ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി പറയാണ്. കൂടുതൽ ഉപ്പ് ചേർക്കരുത്, ഒരല്പം അറിയാൻ വേണ്ടി ചേർക്കരുത്. ഒരല്പം മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ടീ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനും വീട്ടിൽ ഗസ്റ്റ് വരുന്നവർക്കും മക്കൾക്കും എല്ലാവർക്കും റെഡിയാക്കി കൊടുത്തു നോക്കൂ. എന്തായാലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഇത് തോന്നും. പിന്നെ എല്ലാവരുടെ അടുത്തുനിന്നും നല്ല കമൻസ്, നല്ല റിപ്ലൈസും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള തേയിലക്കനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ആവശ്യത്തിന് തേയില ചേർത്ത് കൊടുക്കാം. തേയില ചേർത്തിട്ട് വല്ലാതെ അങ്ങോട്ടേക്ക് തിളപ്പിക്കരുത്, നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. വേണമെങ്കിൽ ഒരു 4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 4 മിനിറ്റ് അടച്ചു വെക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള വീഡിയോസ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ആകെ കുറച്ച് നേരമേ വീഡിയോ ചെയ്യാറുള്ളൂ, അതും മുഴുവനായിട്ടും കാണുക. അതിനിടയിലായിരിക്കും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ചായ ഒരു കപ്പിലേക്ക് ഒഴിക്കാം. നമ്മുടെ അടിപൊളി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കപ്പ പുഴുങ്ങിയതും വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബിഷീസ് ലവ്.